പോകുന്നത്. എങ്ങോട്ടാണ്? എങ്ങോട്ടാണെന്ന് പറയുമോ? അറിയില്ല. മരുഭൂമി എങ്ങടോ കൊണ്ടുപോകുന്നുണ്ട്. ചിറ്റൻ്റെയിലുള്ള ഒരു കളിയാട്ട മഹോത്സവം കാണാനായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ദൂരം കുറേ ഉള്ളത് കൊണ്ട് ശരിക്കും ഞങ്ങൾക്കൊരു ട്രിപ്പിൻ്റെ മൂഡ് തന്നെയായിരുന്നു. ചൂടാണ് അസഹനീയമായിരുന്നു കേട്ടാ. ഏകദേശം എത്തേണ്ട സമയമായിപ്പോൾ ഞങ്ങളെല്ലാവരും ഉണർന്നു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ അതാ കളിയാട്ട ഭൂമിയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് അവിടെ പന്തലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബാനറുകൾ ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അറ്റത്തുനിന്ന് വരെ കണ്ട ഇങ്ങനെ മാലബിളപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു സ്വർഗ്ഗത്തിലോട്ട് പോയ പോലെ ഞങ്ങൾക്കൊരു ഫീൽ ചെയ്തു കേട്ടോ. മലയും പാടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കണേ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അത്ര സ്ഥലമായിരുന്നു. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഗജ നാഷണൽ പാർക്ക്. വെയിലൊട്ടുമില്ല അല്ലേ? ഞങ്ങളിന്ന് എല്ലാവരും നിൽക്കുന്ന എവിടെയായിരുന്നു? ഗജ നാഷണൽ പാർക്കിലാണ് കേട്ടാ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോവാം. അപ്പൊ കവാടത്തിൽ തന്നെ വലിയൊരു ആനയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കിവിടെ നടന്ന് കാണാൻ ഒരുപാട്. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. നമ്മൾ ഈ ഗജ നാഷണൽ പാർക്കിലോട്ട് സ്വാഗതം ചെയ്തതുണ്ട്. എവിടെയാണെന്ന് ചിറക്കര ശരിഹരി. അതന്നെ തങ്കപ്പൻ അന്നദാനം ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അന്നദാനം കഴിച്ചിട്ട് ഉള്ളിലോട്ട് പോയി കാഴ്ചകളൊക്കെ കാണാം. കൗണ്ടർ. നമുക്കപ്പോൾ ഭക്ഷണം കഴിക്കാം. മതി. അതിലയ്യോ കുട്ടു എന്തേലും ഇട്ടില്ല. കാറുകൾ നിരത്തിയിട്ടത് കണ്ട് അതിൻ്റെ ഇടയിൽ ഒരു BMW കണ്ടപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഒരേ ഷോ കാണിക്കലാണ് കേട്ടോ ഒരാൾ. സ്ത്രീകൾക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വസ്ത്രം മാറാനും ബാത്റൂമിൽ പോകാനൊക്കെ സ്പെഷ്യലായിട്ട് സ്ഥലങ്ങളായിരുന്നു കേട്ടോ. കണ്ട വിശ്രമ സ്ഥലം സ്ത്രീകൾ. അവിടെ ഫാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തലയണ, പായ, അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെയുള്ള എല്ലാ സെറ്റപ്പും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂടൊന്നും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നല്ല കംഫർട്ടായിരുന്നു. എല്ലാവരും വന്നവർ താലം പിടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റിൽ കുറച്ച് പൂക്കളായിട്ട് ID കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ താലം പിടിക്കാനായിട്ട് നേരെ നിൽക്കാൻ തുടങ്ങി എല്ലാവരും. ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 സ്ത്രീജനങ്ങളാണ് കേട്ടോ. സെറ്റ് മുണ്ട് എടുത്തിട്ട് നിൽക്കുന്നതിന് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും സെറ്റ് മുണ്ടായിരുന്നു. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താലം പിടിക്കേണ്ടവർ കേരള സാരിയിലാണ് വരേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും വെറൈറ്റി സെറ്റ് മുണ്ടുകൾ ഇറക്കിയിരിക്കുന്നു കേട്ടോ. കുറച്ച് പേര് ധാവണിയുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു താലം പിടിക്കല്. ഈ ഒരു വലിയ ആനപ്രതിമനെ ഉണ്ട്. ഈ പ്രതിമയാണ് ശരിക്കും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവരും അടുത്തൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
ആ നേരെ കാണുന്ന ആ വലിയ പന്തൽ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഓല മേഞ്ഞൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലാണ് നമ്മുടെ കളിയാട്ട മഹോത്സവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ആൾക്കാർ താലം പിടിച്ചവർ പോയി നാരങ്ങ വിളക്ക് കത്തിച്ച് ദേവിനെ തൊഴുത് എന്നിട്ടാണ് മഹോത്സവം തുടങ്ങുക. അത് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആവും, പക്ഷെ തിരക്ക് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മമാരുടെയും സഹോദരിമാരുടെയും കാലം ചുരുങ്ങിയതിന് ശേഷം നമ്മുടെ തിരുമുറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോകേണ്ടത്. അതിനുശേഷം കാലം ചെയ്യാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. കാലം ചൊരിഞ്ഞതിന് ശേഷം നേരെ മുന്നോട്ട് പോകുമ്പോൾ തിരക്ക് കണ്ടോ, അതുമാതിരി തിരക്കാണ്. ഞങ്ങൾ കുട്ടികളെയൊക്കെ പിടിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുത്തി. ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞത് എളുപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആ നിൽക്കുന്ന വരി കണ്ടോ, അത് വൈകുന്നേരത്തെ ഫുഡിനുള്ള വരിയാണ്. അപ്പോഴാണ് ഇതാ മണ്ടോതിരിയും കമൽ സാറും സംവിധായകൻ കമലും എല്ലാം നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമാണെങ്കിലും എല്ലാവർക്കുമുള്ള കംഫർട്ടിനാണെങ്കിലും എല്ലാം അവർ നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് വിശ്രമിക്കാനും ഡ്രസ്സ് മാറാനും അങ്ങനെ എല്ലാം അവർ നല്ല ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കാത്ത രീതിയിലാണ് കേട്ടോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കണേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇറങ്ങിയിട്ടോ. ഇനി ലേറ്റായി കഴിഞ്ഞാൽ ദൂരം കുറച്ചുണ്ടല്ലോ, അപ്പോൾ വൈകണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കളിയാട്ട ഭൂമിയിൽ നിന്ന് വിട പറയുകയാണ്. ബൈ. വണ്ടികൾ നോക്കടിയേ. അപ്പോൾ ഞങ്ങൾ കളിയാട്ട ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾ വരുന്നതാണ്. ബൈ. ചിറ്റണ്ടയില് പാർക്കിന് വേണ്ടിട്ട് മൊത്തം മേടിച്ചു, ഒക്കെ മേടിച്ചു. എത്ര ഏക്കർ മേടിച്ചു. ഇപ്പൊ തന്നെ കണ്ട നല്ല ഇരുട്ടായിട്ടാ. ദൂരം ഉള്ളത് കൊണ്ട് ഇറങ്ങിയത് എന്തായാലും ഭാഗ്യമായി. വേഗാണ്ട് തന്നെ വീടെത്തിയിട്ടാ.